അപ്പം നമ്മൾ ഇന്ന് മംബിൾസിലെത്തിയേക്കാണ്. ഇത് അവിടുന്ന് ഏകദേശം ലാനലി, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ലാനലി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അവിടുന്ന് സ്വാൻസി വന്നു. സ്വാൻസി ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ. മംബിൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബീച്ച് തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ എല്ലായിടത്തുനിന്നും ബീച്ച്, കടലിറങ്ങിപ്പോയിട്ട് എങ്ങും ബീച്ചില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ബീച്ച് കണ്ടു. നല്ല തണുപ്പുമുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഈ മല പക്ഷേ മൊത്തം മഞ്ഞാണ്, എല്ലാം മൂടി കിടക്കുന്നു. ഒരു സൈഡിൽ നല്ല ബീച്ച്, ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ നല്ല വീടുകളും മല, കുന്നും മഞ്ഞും. ലാനലിയിൽ നിന്ന് ഏകദേശം മൊത്തത്തിൽ ഒരു 1.5-1.25 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. ലാനലിയിൽ നിന്ന് സാൻസയിലോട്ട് ഏകദേശം 1 അവർ ട്രാവൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം 40 മിനിറ്റ്, അരമണിക്കൂർ 3/4 മണിക്കൂർ. അത് ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ബസ് അരമണിക്കൂർ കൊണ്ട് വരും, ചില ബസ് കറങ്ങി വരും, അത് 45 മിനിറ്റൊക്കെ എടുക്കും. അങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനിയും 2-3 സ്ഥലം കൂടി ഇന്ന് കവർ ചെയ്യാനുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് ഇതേ കാലാവസ്ഥയാണ്, മൊത്തം മഞ്ഞ് കയറി കിടക്കുകയാണ്. അതെ, ലാൻലി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. മീൻസ് ഇവിടത്തേക്കാട്ടിലും തണുപ്പ് കുറവാണെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ നല്ല തണുപ്പുണ്ട്. വന്നപ്പം സൈഡിൽ ബോട്ടെല്ലാം പാർക്ക് ചെയ്തിട്ടേക്കുന്നു. നല്ല ഉണ്ടല്ലോടാ, ഒരുപാട് ബോട്ടുണ്ടെന്ന് അല്ലേ. ഒരു കുട്ടിക്കാനത്ത് ബോട്ടില്ല. ആ മലയുണ്ടെന്നേ ഉള്ളൂ. മലയുള്ള സ്ഥലങ്ങളിലെല്ലാം ബോട്ടില്ലല്ലോ. ഇവിടെ ഒരു സൈഡിൽ കടല്, ഒരു സൈഡിൽ മല. നമ്മള് മലയുടെയും കടലിന്റെയും നടുക്ക അല്ലേ ജിൻസേ? നമ്മള് മലയുടെയും കടലിന്റെയും നടുക്കാന്ന്. അതെ, ഈ പാറയെല്ലാം പൊട്ടിച്ചാന്ന് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. കൊള്ളാം, വ്യൂ കൊള്ളാം അല്ലേ? അതെ, ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിട്ടുകൊണ്ടിരിപ്പുണ്ട്, വെള്ളം പറ്റിപ്പോയത് അറിയാതെ. പാവം മനുഷ്യൻ. പുള്ളി എവിടെയാണ് ഉറങ്ങുന്നേ? ഇത് പുള്ളി ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ കിടന്നുറങ്ങി, ഇവിടുന്ന് മീൻ പിടിച്ച് അത് കഴിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. അങ്ങോട്ട് പോകാം. അവിടെ മറ്റേ അതിന് പറയുന്ന പേരെന്നാടാ, ഈ കടലിലോട്ടുള്ള ബ്രിഡ്ജ് എന്ന് എനിക്കറിയാം, അതിന് വേറെ പേര്. അതെ, നല്ലൊരു അറിവിന് നന്ദി. കൊള്ളായില്ലടാ ഈ സ്ഥലം. പാപം പാലം, അത് കേട്ടറിവ്. വെള്ളം ചിലപ്പോ ഇവരുണ്ടല്ലോ അതുവഴി ആയിരിക്കും ഇറക്കുന്നത്, അങ്ങ് ദൂരെ. അതെ 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 അതെ. ഈ പാറയുടെ മുകളിൽ കയറാൻ പറ്റുമോ? അപ്പൊ ഉരുൾപൊട്ടൽ വരുമ്പോ ഇത് പൊട്ടത്തില്ലടാ? പക്ഷെ ഈ പാറയിലെല്ലാം വലയിട്ട് വെച്ചേക്കുന്നു. അതെന്താണ്? ഇതുണ്ടല്ലേ, പാറയെല്ലാം വലയിട്ട് വെച്ചേക്കുന്നു. ഇനി കേറാതിരിക്കല്ലോ, പാറയെ വലയിട്ടാ എളുപ്പമല്ലേ കയറാൻ, പിടിച്ച് കയറത്തില്ല അവത്തേല്. അതായിരിക്കും. ഒരുപാട് ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, നമുക്ക് പോയി ചായ കുടിക്കാം. അതെ, അവിടുന്ന് കോഫി കുടിക്കണം. ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ഇതിന് മുകളിലോട്ട് കയറാൻ പറ്റും. അതെ, റോഡിലോട്ടുള്ള വണ്ടി കയറുന്ന സ്ഥലമാണ്. അതെ, നമുക്ക് ഇവിടുന്ന് കോഫി കുടിക്കാം. കോഫി കുടിച്ചിട്ട് അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് ലൈറ്റ് ഹൗസിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഇതുണ്ട്, പഴയ ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു. അവിടെ ഇതുണ്ടോ, അത് പാറയോട് ചേർത്തുണ്ടാക്കിയേക്കുന്ന, പകുതി പാറ തുറന്ന് വെച്ചേക്കുക.
ഇതുണ്ട് പകുതി പാറയായിട്ട് ചേർത്ത് വെച്ച് പണിതേക്കുന്ന ബിൽഡിങ്. പകുതി പാറയാ, അത് തുറന്നിട്ട് ഫ്രണ്ട് വശം മാത്രം കല്ല് വെച്ച് ഉണ്ടാക്കിയേക്കുന്നു. പാറയ്ക്ക് ജനലും കഥകൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇതുണ്ടോ, അതുണ്ടോ ആ കയറ്റി വെച്ചേക്കുന്നതും കണ്ടോ, നല്ല രസമുണ്ട്. നമ്മള് മമ്പിൾസിൽ വന്നിട്ട് ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞു. അമ്മു ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഞാൻ ക്യാപിച്ചിനോ. എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കും, പക്ഷെ എനിക്ക് എപ്പോഴും ഞാനത് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ക്യാപിച്ചിനോ കുടിക്കുന്നത്. ജിൻസും വരിയും വെയിറ്റ് ചെയ്യാണ്. അവരും ഹോട്ട് ചോക്ലേറ്റോ ആയിരിക്കും കുടിക്കുന്നത്. ഇവരെല്ലാവരും ഹോട്ട് ചോക്ലേറ്റ് എപ്പോഴും കുടിക്കുന്നത്. ഞാൻ മാത്രമല്ല എപ്പോഴും ക്യാപിച്ചിനോ കുടിക്കുന്നത്. നമുക്ക് ഇവിടെ ഗെയിംസ് ഉണ്ട് കേട്ടോ, പാവയൊക്കെ കിട്ടും. കളിക്ക്. അതിനകത്ത് പിള്ളേരെ കയറ്റി വെച്ച് കിടന്ന് അനങ്ങും. ലവന്മാർ ഇവിടെ ഭയങ്കര കളിയായിരുന്നു രാവിലെ കുറച്ചു നേരമായിട്ട്. അവന്മാർ മടുത്തെന്ന് തോന്നുന്നു കളിച്ച്. ഇതുവഴി ഇറങ്ങി പോടാ. ഇത് ക്ലോസ്ഡ്. അവിടെ എന്തോ വർക്ക് നടക്കുക, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇതുവഴി ഉണ്ടല്ലോ, ആ ലൈറ്റ് ഹൗസിലോട്ട് പോവാം. ഇവിടെ കുറച്ച് കഫയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതുവഴി ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഓ ബ്യൂട്ടിഫുൾ. അത് മറ്റേ ഇതിന്റെ നാറ്റമാ, മാഴി കൊടുക്കടി. ഇതിപ്പോൾ കൂട്ടിമുട്ടി. ഞങ്ങൾ മുമ്പേ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം ജിൻസ് ബീഫ് ഫ്രൈ ചെയ്യാണ്. ജിൻസിൻ്റെ വക ബീഫ് ഫ്രൈ. അപ്പം നാളെ നമ്മൾ എവിടെ ആകുമ്പോൾ പോകുന്നത്? റോസിൽ. നാളെ നമ്മൾ റോസിൽ പോവാണ്. മെയിൻ സ്ഥലമാണ്, ഏറ്റവും നല്ല സ്ഥലം ഇതാണ്. അപ്പം അതിൻ്റെ കൂടത്തെ അമ്മും മരിയയും കൂടെ നമ്മുടെ ബൂം ബാങ്കിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജിൻസിൻ്റെ കറി കറിയല്ല, ബീഫ് ആദ്യം വേവിക്കുകയാണ്, എന്നിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഓ ബീഫ്, ജിൻസിൻ്റെ ബീഫ് റോസ്റ്റ് എങ്ങനെയുണ്ടാ ജിൻസേ? ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ കളറൊക്കെ കണ്ടാ, കുരുമുളകൊക്കെ ഇട്ട് സെറ്റ്. നമ്മള് മറ്റേ ഈ ഇടുക്കിയിൽ ഏലത്തോട്ടത്തിനകത്ത് പോയിരുന്നിട്ട് ഈ സാധനം കൂട്ടിയത് എന്താ മോനെ അല്ലേ, സെറ്റാ സാധനം സെറ്റ്. അതിന്റെ കളറുണ്ടോടാ, മരിച്ചങ്ങ് എടുക്കുക. സെറ്റ് മരിക്കട്ടെ. അതെ, ഓ കളർ തന്നെ അടിപൊളിയല്ലടാ. നോക്കി
സ്വർഗം സ്വർഗം. എന്റെ കളർ തന്നെ എന്നെ പൊളിയാ. അപ്പം അടുത്ത വീഡിയോ നാളെ ബാക്കി കാണാം റോസ്ലിയില്. ബൈ.